നമസ്കാരം. വയനാട്ടിലെ ദുരന്ത ഭൂമികയിൽ രാഷ്ട്രീയം മറന്ന് മനുഷ്യത്വം മാത്രം കൈപ്പിടിയിലാക്കി ഇന്ത്യയിലെ നേതാക്കൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ വയനാട് MP രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ട് അടിയന്തര നടപടി വേണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയം മറന്ന് UDF, LDF, BJP രാഷ്ട്രീയമൊക്കെ മറന്ന് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങണം എന്നാണ് വയനാട് MP രാഹുൽ ഗാന്ധി ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ കേന്ദ്രത്തിൻ്റെ സൈനിക, അർദ്ധ സൈനിക വിഭാഗങ്ങളുടെ എല്ലാ പിന്തുണയും കേരളത്തിന്, വയനാട്ടിന് ഉണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് അറിയിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഫോണിൽ ചർച്ചകൾ നടത്തി കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഏകോപിപ്പിക്കാനുള്ള എല്ലാ സഹായവും എല്ലാ പിന്തുണയും കേരളത്തിന് നൽകും എന്ന് പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു. അതുപോലെ തന്നെ പാർലമെൻറ്റിൽ ഈ വിഷയം ശക്തമായി തന്നെ അവതരിപ്പിക്കും എന്ന് KC വേണുഗോപാൽ MPയും പറഞ്ഞു. പാർലമെൻറ്റിൽ അടിയന്തര പ്രമേയത്തിന് P. സന്തോഷ് കുമാർ MP, CPIയിലെ MP-യാണ്. അദ്ദേഹം നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതായത് രാജ്യം മുഴുവൻ വയനാടിനൊപ്പം നിൽക്കുന്നു, രാജ്യത്തെ ജനങ്ങൾ വയനാട്ടിലെ ജനതയ്ക്കായി പ്രാർത്ഥിക്കുന്നു, മാത്രമല്ല എല്ലാവിധ പിന്തുണയും, സൈനിക പിന്തുണയടക്കം മറ്റ് സുരക്ഷാ സംവിധാനങ്ങളുടെ പിന്തുണയടക്കം രാജ്യത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇവിടെ രാഷ്ട്രീയമല്ല വിഷയം, ഇവിടെ ജനങ്ങളുടെ ജീവനാണ് വിഷയം, ജനങ്ങളാണ് വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ആ ഒരു ജീവനും സ്വത്തിനും സംരക്ഷണമേകാനും അപകടത്തിൽപ്പെട്ടവരെ, മരണവുമായി മല്ലിടുന്നവരെ സംരക്ഷിച്ച് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനും അതുപോലെ തന്നെ കാണാതായവർക്ക് വേണ്ടി തിരച്ചിൽ നടത്താനും ഒക്കെ തന്നെ രാഷ്ട്രീയം മറന്നുകൊണ്ട് പ്രധാനമന്ത്രിയും അതുപോലെ വയനാട് MPയും മറ്റ് MPമാരും ഒക്കെ തന്നെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ദുരന്ത ഭൂമിയിൽ അവിടെ മനുഷ്യനാണ് പ്രധാനം, ജനമാണ് പ്രധാനം, അവൻ്റെ ജീവനാണ് പ്രധാനം. അതിനുവേണ്ടി മുന്നിട്ടിറങ്ങാനും അതിനുവേണ്ട നടപടികൾ ഏകോപിപ്പിക്കാനും ഒക്കെ തന്നെ എല്ലാവരും രംഗത്തുണ്ട്. നേരത്തെ T. സിദ്ദിഖ് MLA ഈ ഒരു രംഗത്തേക്ക് വന്നിരുന്നു. അദ്ദേഹം വളരെ ദുഃഖത്തോടെയാണ് പ്രതികരിച്ചത്. എല്ലാവിധ നടപടികളും ഏകോപിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അതുപോലെ മന്ത്രി AK ശശീന്ദ്രൻ, ഇപ്പോൾ 2 മന്ത്രിമാർ കൂടി അങ്ങോട്ട് എത്തുന്നു എന്നുള്ള ചില സൂചനകളും വരുന്നുണ്ട്. OR കേളു അവിടെ എത്താറായിട്ടുണ്ട്. അതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ എത്തിച്ചേരും. ഇവർ അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. പല പ്രദേശങ്ങളിലേക്കും പോകാനുള്ള ബുദ്ധിമുട്ട്, അവിടെയാണ് സൈന്യത്തിൻ്റെ ഒരു പ്രാധാന്യം. അങ്ങോട്ടൊക്കെ തന്നെ പോകാൻ, റോഡ് മാർഗമൊന്നും പോകാൻ സാധിക്കാത്ത അവസ്ഥയിൽ രക്ഷാപ്രവർത്തനത്തിനായി സൈന്യത്തിൻ്റെ ഹെലികോപ്റ്ററുകളും അതുപോലെയുള്ള സംവിധാനങ്ങളുമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഉടൻ അവിടെ നടക്കാൻ പോകുന്നത്. അപ്പം എല്ലാവിധ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും ഒക്കെ തന്നെ ഒന്നിച്ചു ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ട് ഇറങ്ങുകയാണ്. വയനാട്ടിലെ ജനതയുടെ ജീവൻ രക്ഷിക്കാൻ, ഈ ഒരു വലിയ മഹാദുരന്തത്തിൽ നിന്ന് വയനാട്ടിനെ കരകയറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. രാഷ്ട്രീയം മറന്ന് മനുഷ്യത്വത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ മുന്നിട്ടിറങ്ങാൻ ഒരുങ്ങുന്നത്.